മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കാര്യമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം പാടിയതിനെക്കുറിച്ചാണ്. ചോദ്യം ഇത് വിവാദമായിട്ടുണ്ടല്ലോ എന്നാണ്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുണ്ട്, കേൾക്കാം. ഒരു കാര്യം, ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേ മാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ എന്തൊക്കെയാണ് കാര്യപരിപാടികൾ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ്. വന്ദേ മാതരം പാടുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് വന്ദേ മാതരമാണ് പാടുന്നത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ലല്ലോ. അവസാനവും ഇത് പാടി, അപ്പോൾ എന്ത് ചെയ്യാം? എഴുന്നേറ്റ് പോകാൻ കഴിയില്ലല്ലോ. ഗവർണറാണ് അതൊക്കെ തീരുമാനിക്കുന്നത്, ഗവർണറുടെ ഓഫീസാണ് അതൊക്കെ തീരുമാനിച്ചത് എന്നാണ്. പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. ഇത് സത്യമാണോ? സത്യമാകാൻ ഒരു സാധ്യതയുമില്ല. പറഞ്ഞത് പച്ചക്കള്ളമാകാനാണ് സാധ്യത. കാരണം തിരുവനന്തപുരത്ത് നിരവധി സത്യപ്രതിജ്ഞകൾ കണ്ട മാധ്യമപ്രവർത്തകരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ കാര്യം പറയും. അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, അവരുടെ ഓഫീസിൽ അന്വേഷിച്ചാൽ കാര്യം പറയും. എന്ന് വെച്ചാൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുമായും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുമായും സംസാരിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഗവർണറുടെ ഓഫീസ് കാര്യപരിപാടിക്ക് അന്തിമ രൂപം നൽകുക. ഇവിടെ നിയുക്ത മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അദ്ദേഹവുമായി കൂടിയാലോചന നടത്തിയിരുന്നു. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തിയിരുന്നു. ഉറപ്പായും ചീഫ് സെക്രട്ടറി നിയുക്ത മുഖ്യമന്ത്രിയുടെ എന്ന് വെച്ചാൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണല്ലോ, സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടുണ്ടാകും, സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചത്, തീരുമാനിച്ചത് ഗവർണറുടെ ഓഫീസിനെ അറിയിക്കും. വീണ്ടും ചർച്ച നടക്കും. അതിനുശേഷമാണ് കാര്യപരിപാടി അന്തിമമായി തീരുമാനിക്കുക. ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ വി.ഡി. സതീശന് അർഹതയില്ല എന്ന് പറയേണ്ടി വരും. ഇതെല്ലാം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നതിന് നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണമുണ്ട്. അതെന്താണ്? വേദിയിൽ മന്ത്രിമാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന തീരുമാനമായിരുന്നു ഗവർണർ ആദ്യമെടുത്തത്. അക്കാര്യം നിയുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ കൂടിയാലോചനകൾ, ചർച്ചകൾ, അതേ തുടർന്ന് അതിൽ മാറ്റം വരുത്തി. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, വലിയ സെക്യൂരിറ്റി പ്രശ്നമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലിരുത്തണമെന്നാവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുന്നുണ്ട്, അവരെ വേദിയിലിരുത്തണമെന്നാവശ്യപ്പെട്ടു. അതും അംഗീകരിച്ചു ഗവർണർ. അവരെ എങ്ങനെ സദസ്സിലിരുത്തും? സുരക്ഷാ പ്രശ്നമുണ്ടല്ലോ എന്ന ചോദ്യം ഉയർന്നു. സ്വാഭാവികമായും അതിന് വഴങ്ങിയിട്ടുണ്ട് ഗവർണർ. എന്ന് വെച്ചാൽ കാര്യപരിപാടിയിൽ, ഗവർണർ നിശ്ചയിച്ച കാര്യപരിപാടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തിയത് നിയുക്ത മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ്. അതല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ്. സ്വാഭാവികമായും അതിൽ ചീഫ് സെക്രട്ടറി ഇടപെട്ടിട്ടുണ്ടാകും. ചീഫ് സെക്രട്ടറി ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായും നിയുക്ത മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകണം. അതിന്റെ ഭാഗമായിട്ടാണ് കാര്യപരിപാടിയിൽ വേദിയിൽ ആരൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കാര്യപരിപാടി സംബന്ധിച്ച് വിശദമായ ചർച്ച നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുമായി ഗവർണറുടെ ഓഫീസ് നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യവും കൃത്യമായും അറിയാം വി.ഡി. സതീശന്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. ഒന്നും ചെയ്യാനില്ല, ആരും അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പറയാനോ പോകാറില്ല. മുൻ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാണ് സത്യപ്രതിജ്ഞ നടക്കാറുള്ളത് എന്ന്, എന്തൊക്കെയാണ് കീഴ്വഴക്കമെന്ന്. അതൊക്കെ അറിയുന്നവരുടെ മുന്നിലാണ് ഇങ്ങനെ വി.ഡി. സതീശൻ കള്ളം പറയുന്നത്, മുഖ്യമന്ത്രി കള്ളം പറയുന്നത് എന്നതാണ് വേദനാജനകമായ കാര്യം.